ഹായ് ഫ്രണ്ട്സ്, ഇതിൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. മുമ്പ് വേറെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ആദ്യത്തെ വീഡിയോ ആണ്. ഇത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ല. എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം? ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓൺലൈൻ വഴി മാർസിൽ ലൂണാറിൽ എടുത്തിട്ടുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് സ്ഥലത്തിൻ്റെ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ആണ്. അതിപ്പോൾ നമുക്ക് റിസീവായി. ഞാൻ വാങ്ങിച്ചതല്ല, എൻ്റെ വർക്ക് ചെയ്യുന്ന കമ്പനിയുടെ മുതലാളി വാങ്ങിയതാണ്. കാരണം അത് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ ഇതന്നെ ട്രോളാൻ കുറേ മച്ചാന്മാരോട് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് ലൂണാർ എന്ന് എഴുതിയിട്ടാണ് വന്നേക്കണത്. അയച്ചേക്കണത് US നിന്നാണ് കേട്ടോ. ഇതിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. ഇതാണ് അവരുടെ ഇത് വന്നിരിക്കുന്നത്, ഇൻ്റർനാഷണൽ ലൂണാർ ലാൻഡ്സ് അതോറിറ്റി. അവിടെ 1 ഏക്കർ സ്ഥലം വാങ്ങിച്ചതിൻ്റെ അതോറിറ്റി ഒഫീഷ്യൽ ഡോക്യുമെൻ്റാണ്. അതിന് തന്നെ നല്ല കളർഫുള്ളാണ്. ഈ US ഇവിടെയൊക്കെ ആൾക്കാരെ കാണാണ്ടായി കഴിഞ്ഞാൽ അടിക്കില്ല, അതുപോലെ ഇല്ല. കാര്യമൊന്നും എഴുതിയിട്ടൊന്നുമില്ല. പിന്നത്തെ ഇതാണ് അവരുടെ ഇതിൻ്റെ റെക്കോർഡ് കണ്ടോ. ഇതാണ് ഇങ്ങനെ പ്രോപ്പർട്ടി വാങ്ങിച്ചതിൻ്റെ ആധാരം. നമ്മുടെ നാട്ടിലെ ആധാരം എന്ന് പറഞ്ഞ പോലെ ഇതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ആയിട്ട് അവർ കാണിച്ചു തന്നിരിക്കുന്നത്. ഇതൊക്കെ ഡിക്ലറേഷൻ ഓഫ് ദ സിറ്റിസൺഷിപ്പ് ഒക്കെയാണ്. പിന്നെ ഇത് അങ്ങോട്ട് പോകാനുള്ള പാസ്, ബോർഡിംഗ് പാസ്, അങ്ങനെയുള്ള കുറച്ച് പേപ്പേഴ്സാണ് വന്നിട്ടത്. പിന്നെ ഇത് ലൂണ സൊസൈറ്റി ഇൻ്റർനാഷണൽ. ഇത് വെറുതെ കുറേ പേപ്പർ തന്നിട്ടുണ്ട്. ഇത് എന്തിനാന്ന് പിന്നെ ഒരു സാധനം തന്നെ, ഇമ്പോർട്ടൻറ്റ് സാധനം തന്നെ. ഇത് വാങ്ങിച്ച സ്ഥലം എവിടെയാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് ഈ സാധനം കൊണ്ടുപോയാൽ മതി. വേറെ ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇല്ലാണ്ട് കാണിച്ചിട്ടുണ്ട്. ഏതാണ് സ്ഥലം, ഇതിലെല്ലാ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ലേക്ക് ഓഫ് ഡ്രീംസ്, ലാറ്റിറ്റ്യൂഡ്, ലോങ്ങിറ്റ്യൂഡ്, അങ്ങനെ എല്ലാ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. ഓണർ നെയിം ഷജി കണ്ടമുള്ളി, രജിസ്ട്രേഷൻ നമ്പർ, അങ്ങനെ എല്ലാ ഡീറ്റെയിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതങ്ങോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ഥലം കണ്ടുപിടിക്കാൻ യാതൊരു ബുദ്ധിമുട്ടില്ല എന്നാണ് അവിടുത്തെ ഗഡികൾ പറയണത്. അത് വേറെ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനത്തെ പേപ്പേഴ്സ് മാത്രമേ ഉള്ളൂ, വേറെ ഒരു പേപ്പേഴ്സും ഇല്ല. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വ്ളോഗ് നിർത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ എന്നാ വരിക, എപ്പോഴാണ് വരിക, എങ്ങനെയാണ് വരിക, ഇതൊന്നും എനിക്കറിയില്ല. വരുമോ എന്നും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാനും പറയുന്നില്ല, ലൈക്ക് അടിക്കാനും പറയുന്നില്ല. പറ്റിയാൽ ചെയ്യും, ഇല്ലെങ്കിൽ വേണ്ട. കണ്ടൊക്കെ നൽകി വിളിക്കരുത്. അത് മാത്രമേ ഒരു ആഗ്രഹമുള്ളൂ. കമൻ്റായിട്ടേ സാധനം ഇപ്പോൾ കാണിക്കാൻ മറന്നു കേട്ടോ. വെൽക്കം ടു മൂൺ. അപ്പം അങ്ങനെ അപ്പം എല്ലാം പറഞ്ഞ പോലെ വേറൊന്നുമില്ല. സൈനിങ് ഓഫ്.